നമസ്കാരം. കലാമണ്ഡലം സത്യഭാമ നിറത്തെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. RLV രാമകൃഷ്ണനെതിരെ ഒരു അഭിമുഖത്തിൽ സത്യഭാമ നടത്തിയ ചില പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ്. എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ഒരു പുരുഷൻ ഇത് കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകത്വം വേറെയില്ല. എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണ് എങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം. ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ? ഇവനെ കണ്ടാൽ ദൈവം പോലും, എന്തിന് പെറ്റ തള്ള പോലും സഹിക്കില്ല. ഇങ്ങനെയായിരുന്നു കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണനെതിരായി പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെ ഒരുപാട് പേർ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. സത്യഭാമ നടത്തിയ പരാമർശം കലാസമൂഹത്തെ ഒന്നടങ്കം കളങ്കപ്പെടുത്തുന്നതാണെന്നായിരുന്നു ഇവർക്കെതിരെ രംഗത്തെത്തിയവരെല്ലാം ഒരേ ശബ്ദത്തിൽ പറഞ്ഞത്. അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നതും റീലുകൾ വരുന്നതും സത്യഭാമയെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴിതാ ശ്രീ മോഹൻലാലും കലാമണ്ഡലം സത്യഭാമയെ ട്രോൾ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്ത ശേഷമാണ് സത്യഭാമ വിഷയവുമായി ബന്ധപ്പെട്ട് രസകരമായി മോഹൻലാൽ സംസാരിച്ചത്. മോഹൻലാലിന്റെ ട്രോൾ സത്യഭാമയെ കുറിച്ചുള്ളതാണ് എന്ന് കണ്ടുപിടിച്ചത് ആരാധകർ തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിൽ ശ്രദ്ധേയമായ താരമാണ് ജിൻഡോ. താരത്തിന് ഡാൻസ് ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ നൃത്തം പരിശീലിക്കാറുമുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മോഹൻലാൽ ഒരു നൃത്തം അപ്സരയ്ക്കൊപ്പം ചേർന്ന് പഠിച്ച് അവതരിപ്പിച്ച് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. പാട്ട് താൻ തരാമെന്നും മോഹൻലാൽ പറഞ്ഞു. ഏത് ടൈപ്പ് നൃത്തമാണ് ഉദ്ദേശിക്കുന്നത്? ഭരതനാട്യമാണോ കുച്ചിപ്പടിയാണോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ സെമി ക്ലാസിക്കൽ ചെയ്യാമെന്നാണ് അപ്സര പറഞ്ഞത്. അപ്പോഴാണ് മോഹൻലാൽ കുറച്ച് മോഹിനിയാട്ടം കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്തോളൂ എന്ന് ജിൻഡോയോടും അപ്സരയോടും പറഞ്ഞത്. ഈ വീഡിയോ പുറത്തു വന്നതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തുന്നുണ്ട്. എപ്പിസോഡ് കണ്ടപ്പോഴേ ഇത് സത്യഭാമയ്ക്കുള്ള കൊട്ടാണ് എന്ന് മനസ്സിലായി. എന്തായാലും അധിക്ഷേപ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ താൻ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടുന്നു എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സത്യഭാമ. തന്റെ പരാമർശം ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല എന്നും അവർ പറയുന്നു. ചാനൽ ചർച്ചകളിൽ പോലും വിളിച്ചു വരുത്തി അതിക്രൂരമായി അധിക്ഷേപിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വളച്ചൊടിക്കുകയാണ് ചെയ്തത്. 66 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീൺവാക്കാണെന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാമായിരുന്നുവെന്നും സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യഭാമയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: DNA ന്യൂസ് മലയാളം എന്ന ഓൺലൈൻ ചാനലിൽ ഞാൻ നടത്തിയ ഒരു പരാമർശമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഞാൻ ജാതീയമായും വംശീയമായും ഒക്കെ ആക്ഷേപിച്ചു എന്ന തരത്തിലാണ് പലരും എന്റെ വാക്കുകളെ വളച്ചൊടിച്ചത്. എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ശ്രീകുമാരൻ തമ്പി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യയെക്കുറിച്ചായിരുന്നു ഞാൻ പ്രധാനമായും ആ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ കലോത്സവത്തിലെ കള്ളക്കളികളെ കുറിച്ചുള്ള പരാമർശം വിവാദമായില്ല. ആരും വിവാദമാക്കിയതുമില്ല. നിങ്ങൾ ആ അഭിമുഖം പൂർണ്ണമായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മാധ്യമങ്ങളോട് രൂക്ഷമായ തരത്തിൽ പ്രതികരിച്ചു എന്നാണല്ലോ പലരുടെയും ആരോപണം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒരു വിവാദത്തിൽപ്പെട്ടു എന്ന് കരുതുക. അതിരാവിലെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളോടൊരു കുറ്റവാളിയോട് പോലീസ് പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചാൽ, നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ, നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. കൂട്ടത്തിലൊരു മാധ്യമപ്രവർത്തകൻ എന്റെ അമ്മയ്ക്ക് വിളിച്ചു. 66 വയസ്സുണ്ട് എനിക്ക്. എന്നെയാണ് ചില മാധ്യമപ്രവർത്തകർ വീട്ടിൽ കയറി വന്ന് അധിക്ഷേപിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ഒരു മദ്യപാനിയോ തലയ്ക്ക് വെളിവില്ലാത്തയാളോ ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് എങ്കിൽ ഞാനത് ഉൾക്കൊള്ളുമായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനോടാണ് എങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞത് പലർക്കും തെറ്റായി തോന്നിയേക്കാം. അതേക്കുറിച്ച് ഒടുവിൽ പറയാം. ചാനൽ ചർച്ചകളിൽ പോലും എന്നെ ക്ഷണിച്ചു വരുത്തി എത്ര ക്രൂരമായ തരത്തിലാണ് അധിക്ഷേപിച്ചത് എന്ന് നിങ്ങളും കണ്ടതാണല്ലോ. ഞാൻ നടത്തിയ ഒരു പരാമർശത്തിന് എന്തിനാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന മാന്യ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്റെ കുടുംബകാര്യങ്ങളെയും സ്വകാര്യതകളെയും വലിച്ചിഴച്ചത്? എന്തുകൊണ്ടാണ് അവതാരകർ അവരെ തടയാതിരുന്നത്? അപ്പോൾ അതൊരു മൃഗയ വിനോദമായിരുന്നില്ലേ? എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ നമ്മുടേത്? അതോ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണോ? ഇക്കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത
അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയയായത്. സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാൻ എന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത ചിലർ അസഭ്യം വിളിച്ചു പറയുന്നത് കണ്ടു. ഇവർക്കൊന്നും ഞാൻ എന്നെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടൊന്നുമല്ല ഞാൻ ജനിച്ചത്. കനൽ വഴികളിൽ കൂടിയാണ് ഞാൻ ഇത്രയും കാലം നടന്നു വന്നത്. ഈ 66ാമത്തെ വയസ്സിലും നൃത്തവിദ്യാലയം നടത്തിയാണ് ഞാൻ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ആരുടെ മുന്നിലും ഒന്നിനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈനീട്ടിയിട്ടില്ല. ഇനി അതിന് താല്പര്യവുമില്ല. ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ വ്യക്തിക്ക് ഗവൺമെന്റിന്റെ കീഴിൽ നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ അവസരം നൽകിയിട്ടുണ്ട്. എന്നെ അതിക്രൂരമായി ആക്ഷേപിച്ചവർ ഒരു നിമിഷം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? 66 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീൺവാക്കാണ് എന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാമായിരുന്നു. ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെയല്ല ഞാൻ ആ അഭിമുഖത്തിൽ പറഞ്ഞതൊന്നും തന്നെ. ഇങ്ങനെയായിരുന്നു സത്യഭാമയുടെ കുറിപ്പ്.